Hi Travel Buddies, reporting live from Ninh Binh, Vietnam. Cute cafes, fun moments, ishtambola photos and what not. രണ്ടു മാസം മുൻപ് ഞാൻ വിയറ്റ്നാം സന്ദർശിച്ചപ്പോൾ എടുത്തൊരു വീഡിയോ ആണത്. ഈ അടുത്ത കാലത്തായിട്ട് നമ്മൾ മലയാളികൾക്കിടയിൽ അല്ലെങ്കിൽ ഇന്ത്യൻസിനിടയിൽ തന്നെ ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആണ് വിയറ്റ്നാം എന്ന് പറയുന്നത്. വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്, നമ്മുടെ കറൻസിക്ക് അവിടെ വാല്യൂ കൂടുതലാണ്, വീസ പ്രോസസ്സിംഗ് ഒക്കെ വളരെ ഈസിയാണ്. പിന്നെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ബുദ്ധിസ്റ്റ് കൾച്ചർ, പിന്നെ ഫ്രഞ്ച് അധിനിവേശത്തിൻ്റെ ഓർമ്മകളും അതൊക്കെ കലർന്ന ആ ഒരു ട്രഡീഷൻ, അങ്ങനെ അട്രാക്ഷൻസ് ഒരുപാടാണ് വിയറ്റ്നാമിന്. പക്ഷേ ഈ ഒരു സന്തോഷം ഇപ്പോൾ ഒരു വലിയ സങ്കടത്തിന് വഴിമാറിയിരിക്കുകയാണ്. വിയറ്റ്നാമിൽ നിന്നും ഇപ്പോൾ വളരെ ദൗർഭാഗ്യകരമായിട്ടുള്ളൊരു വാർത്തയാണ് പുറത്തു വരുന്നത്. വിയറ്റ്നാമിലെ പ്രശസ്തമായ ഫുക്വോക്ക് ഐലൻഡിന് സമീപം ടൂറിസ്റ്റ് ബോട്ട് മറിഞ്ഞ് 15 ഇന്ത്യൻ ടൂറിസ്റ്റുകൾ മരണപ്പെട്ടിരിക്കുന്നു. മരിച്ചവരിൽ കൊട്ടാരക്കര സ്വദേശികളായ മലയാളി ദമ്പതികളും ഉൾപ്പെടുന്നുണ്ട്. എന്താണ് ശരിക്കും ഇവിടെ സംഭവിച്ചത്? ഒരു റിവാർഡ് ട്രിപ്പ് എങ്ങനെയാണ് മരണക്കെണിയായിട്ട് മാറിയത്? നമുക്കൊന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഈ ഒരു ലൊക്കേഷനെ കുറിച്ചൊന്ന് മനസ്സിലാക്കാം. വിയറ്റ്നാമിൻ്റെ തെക്ക് ഭാഗത്തുള്ള ഏറ്റവും വലിയ ദ്വീപാണ് ഫുക്വോക്ക് എന്ന് പറയുന്നത്. വൈറ്റ് സാൻഡ് ബീച്ചുകളും കോറൽ റീഫുകളും കൊണ്ട് അനുഗ്രഹീതമായിട്ടുള്ള ഈ ഒരു ഐലൻഡ് കാണാൻ ലക്ഷക്കണക്കിന് ആളുകളാണ് എത്തുന്നത്. ഇതിന് തൊട്ടടുത്തുള്ള ആൻതോയ് ആർക്കിപെലാഗോയിലെ ഹോൺമേ റൂട്ട് എൻഗോയ് എന്ന ചെറിയ ഐലൻഡിൽ നിന്ന് മടങ്ങുമ്പോഴാണ് ഈ ഒരു അപകടം നടക്കുന്നത്. മാപ്പ് നോക്കിയാൽ മനസ്സിലാകും, ഈ ഐലൻഡിൽ നിന്ന് ആൻതോയ് പോർട്ടിലേക്ക് തിരിച്ചു വരുന്ന വഴിയായിരുന്നു ഈ ഒരു ബോട്ട്. ഏകദേശം 32 ഇന്ത്യൻ ടൂറിസ്റ്റുകളും 4 വിയറ്റ്നാമീസ് ക്രൂ മെമ്പേഴ്സും ഉൾപ്പെടെ 36 പേരാണ് ഓഷ്യൻ പേൾ ഐലൻഡ് കമ്പനിയുടെ AG 26751 എന്ന ഈ ഒരു സ്പീഡ് ബോട്ടിൽ ഉണ്ടായിരുന്നത്. ഇന്നലെ, അതായത് ജൂലൈ 11 ശനിയാഴ്ച ഉച്ച കഴിഞ്ഞ് ഇന്ത്യൻ സമയം ഏകദേശം 1 മണിയോടെയാണ്, വിയറ്റ്നാം സമയം 2:30 ഈ ഒരു സമയത്താണ് ഇങ്ങനൊരു ദാരുണമായ സംഭവം നടക്കുന്നത്. തീരത്ത് നിന്ന് വെറും 400 മീറ്റർ മാത്രം അകലെ, അതായത് യാത്ര തുടങ്ങി കഷ്ടിച്ച് 1/2 കിലോമീറ്റർ പോലും ആകുന്നതിന് മുൻപ് ഒരു ഭീകരമായ തിരമാല വന്ന് ബോട്ടിനെ അടിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്. ഈ അപകടത്തിൽ നിന്ന് വളരെ അത്ഭുതകരമായിട്ട് രക്ഷപ്പെട്ട ആശിഷ് കുമാർ, നിർമ്മൽ കുമാർ എന്നീ ടൂറിസ്റ്റുകൾ ആ ഒരു ഞെട്ടിക്കുന്ന നിമിഷം ഓർത്തെടുക്കുന്നത് ഇങ്ങനെയാണ്. ബോട്ടെടുത്ത് മിനിറ്റുകൾക്കകം ഒരു വലിയ തിരമാല വന്ന് ബോട്ടിനെ വിഴുങ്ങി. ബോട്ട് തലകീഴായിട്ട് മറിഞ്ഞു. ഇതൊരു ക്ലോസ്ഡ് ബോട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ബോട്ടിന്റെ മുൻഭാഗത്തിരുന്ന, ഓപ്പൺ ആയിട്ടിരുന്ന കുറച്ചുപേർ എങ്ങനെയൊക്കെ പുറത്തേക്ക് ചാടാൻ അവർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. എന്നാൽ ബോട്ടിന്റെ ഉൾവശത്തും പിൻഭാഗത്തും ഉണ്ടായിരുന്നവർ അതിനുള്ളിൽ ട്രാപ്പ് ആയിപ്പോയി. ഹെൽപ്പ് ഹെൽപ്പ് എന്നൊക്കെ നിലവിളിച്ചുകൊണ്ട് ആൾക്കാർ കടലിലേക്ക് എടുത്ത് ചാടുകയായിരുന്നു. ഇതിൽ ഏറ്റവും സങ്കടകരമായ മറ്റൊരു കാര്യം എന്താണ് എന്ന് വെച്ചാൽ, ഈ ഒരു യാത്രയിൽ ഉണ്ടായിരുന്ന ഭൂരിഭാഗം പേരും സ്മാർട്ട് ഫോൺ ബ്രാൻഡായ ലാവ ഇന്റർനാഷണൽ കമ്പനിയുടെ ജീവനക്കാരും അവരുടെ ചാനൽ പാർട്ട്നേഴ്സും ഡിസ്ട്രിബ്യൂട്ടേഴ്സും ഒക്കെ ആയിരുന്നു. ലാവ മൊബൈൽസ് കമ്പനി തങ്ങളുടെ മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ച ഡീലേഴ്സിനായിട്ട് സ്പോൺസർ ചെയ്ത ഒരു ഇൻസെന്റീവ് റിവാർഡ് ട്രിപ്പായിരുന്നു ഇത്. തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, തെലങ്കാന, കേരള എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഡീലേഴ്സാണ് ഈ ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നത്. ഒരു വലിയ ബിസിനസ് സക്സസ് സെലിബ്രേറ്റ് ചെയ്യാൻ പോയ യാത്രയാണ് ഒടുവിൽ ഇങ്ങനെ ഒരു ദാരുണ സംഭവത്തിൽ അവസാനിച്ചത്. ഇന്ത്യൻ എംബസി പുറത്തുവിട്ട ഒഫീഷ്യൽ ലിസ്റ്റ് പ്രകാരം മരണപ്പെട്ട 15 പേരിൽ 10 പേർ തമിഴ്നാട് സ്വദേശികളും 3 പേർ ആന്ധ്രാപ്രദേശ് സ്വദേശികളും 2 പേർ കേരളത്തിൽ നിന്നുള്ളവരുമാണ്. മരിച്ചവരിൽ 2 സ്ത്രീകളും ഉൾപ്പെടുന്നുണ്ട്. കേരളത്തെ പിടിച്ചുലച്ച ആ മരണം കൊട്ടാരക്കര സ്വദേശികളായ ദമ്പതികളുടേതാണ്. വിക്ടറി ഗ്രൂപ്പ് ഓഫ് ഇൻഡസ്ട്രീസ് ഉടമ AC തോമസ് 57 വയസ്സ്, ഭാര്യ ലവ്ലി തോമസ് 56 വയസ്സ് എന്നിവരാണ് മരണപ്പെട്ടത്. കഴിഞ്ഞ ജൂലൈ 7 ഇവർ വിയറ്റ്നാമിലേക്ക് ടൂർ പോയത്. അപകടം നടക്കുന്ന അന്ന് രാവിലെ വരെ നാട്ടിലെ ഫാമിലി ഗ്രൂപ്പുകളിൽ ഇവർ ഫോട്ടോസും വിശേഷങ്ങളും ഒക്കെ ഷെയർ ചെയ്തിരുന്നു. എന്നാൽ ഉച്ചയോടെ എത്തിയ മരണവാർത്ത ഈ ഒരു കുടുംബത്തിന് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. അപകടം നടന്ന ഉടനെ തന്നെ തൊട്ടടുത്തുള്ള മറ്റു ടൂറിസ്റ്റ് ബോട്ടുകളും ലോക്കൽ ബോർഡർ ഗാർഡ്സും കോസ്റ്റ് ഗാർഡും ഒക്കെ ചേർന്ന് വലിയൊരു റെസ്ക്യൂ ഓപ്പറേഷൻ തന്നെയാണ് നടത്തിയത്. കടലിൽ വീണ 21 പേരെ അവർക്ക് രക്ഷിക്കാൻ സാധിച്ചു. നിലവിൽ പരിക്കേറ്റവർ അവിടെയുള്ള ഹോസ്പിറ്റലുകളിൽ തീവ്രപരിചരണ വിഭാഗത്തിലാണ്. 4 പേരുടെ അവസ്ഥ ഇപ്പോഴും ക്രിട്ടിക്കലായിട്ട് തുടരുന്നു എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ. ഇനി ഇവിടെ ഉയരുന്ന ചില പ്രധാന ചോദ്യങ്ങളുണ്ട്. സേഫ്റ്റി മെഷേഴ്സ് പാലിച്ചിരുന്നു എന്നുള്ളതാണ്. ബോട്ട് അതോറിറ്റികൾ കൃത്യമായ പ്രോട്ടോകോൾ ഫോളോ ചെയ്തിരുന്നു എന്നാണ് ചിലർ പറയുന്നത്. എങ്കിലും രക്ഷപ്പെട്ട ടൂറിസ്റ്റുകൾ പറയുന്നത് കരയിൽ എത്തിച്ച ഉടനെ പ്രോപ്പർ ആയിട്ടുള്ള എമർജൻസി മെഡിക്കൽ കെയർ ലഭ്യമായിരുന്നില്ല എന്നാണ്. വിയറ്റ്നാം പ്രൈം മിനിസ്റ്റർ ലെ മിൻ ഹങ് ഈ ഒരു സംഭവത്തിൽ അടിയന്തര അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. കാലാവസ്ഥയിലെ വ്യതിയാനമാണോ അതോ ബോട്ടിലെ എന്തെങ്കിലും മെക്കാനിക്കൽ ഫെയിലിയർ ആണോ അപകടത്തിന് കാരണമെന്ന് അന്വേഷിക്കാൻ അദ്ദേഹം കർശന നിർദ്ദേശം നൽകിയിരിക്കുന്നുണ്ട്. നിലവിൽ നമ്മുടെ സെൻട്രൽ ഗവൺമെന്റും കേരളത്തിൽ നിന്നുള്ള നോർക്ക റൂട്ട്സും ഒക്കെ വിയറ്റ്നാമിലെ ഇന്ത്യൻ എംബസിയുമായിട്ട് നിരന്തരം കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട്. മൃതദേഹങ്ങൾ എത്രയും വേഗം നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുകയാണ്. വിയറ്റ്നാം ശരിക്കും ഒരു വിസ്മയമാണ്. ഹലോങ് ബേയിലെ പാറിയിടുക്കുകളും ഹോയൻ പുരാതന നഗരത്തിന്റെ തെരുവുകളും ഫുക്കോക്കിലെ അതിമനോഹരമായ കടൽ തീരങ്ങളും ഒക്കെ ഏതൊരു സഞ്ചാരിയുടെയും മനസ്സ് നിറയ്ക്കുന്ന കാഴ്ചകളാണ്.
പ്രകൃതി ഭംഗി കൊണ്ടും അതുപോലെ അവിടുത്തെ ജനങ്ങളുടെ സ്നേഹപൂർവ്വമായ പെരുമാറ്റം കൊണ്ടും ഇനിയും ലക്ഷക്കണക്കിന് ആളുകൾ വിയറ്റ്നാമിലേക്ക് യാത്ര തുടരുക തന്നെ ചെയ്യും. പക്ഷേ ഇത്തരം വലിയ ദുരന്തങ്ങൾ നമുക്ക് മുന്നിൽ ഒരു വലിയ ഓർമ്മപ്പെടുത്തലാണ്. നമ്മൾ എത്രയൊക്കെ മനോഹരമായ ഗ്ലോബൽ ഡെസ്റ്റിനേഷൻസ് സന്ദർശിച്ചാലും, പ്രത്യേകിച്ച് വാട്ടർ സ്പോട്ടുകളിലും പിന്നെ ബോട്ട് യാത്രകളിലൊക്കെ ഏർപ്പെടുമ്പോൾ അവിടുത്തെ സുരക്ഷാ മാനദണ്ഡങ്ങളും വെതർ വാർണിംഗ്സും ഒക്കെ 1% പോലും വിട്ടുവീഴ്ചയില്ലാതെ തന്നെ നമ്മൾ ഫോളോ ചെയ്യണം. നമ്മുടെ സുരക്ഷ എപ്പോഴും നമ്മുടെ കൈകളിൽ തന്നെയാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.